ലക്ഷദ്വീപിന്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. 2020 ഡിസംബർ 5 ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ജോയിൻ ചെയ്ത് തൊട്ട് 5000-ലധികം എംപ്ലോയീസിനെ പിരിച്ചുവിട്ടുകൊണ്ട് എന്ത് ഡെവലപ്മെന്റ് ആണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. 1,00,000-ൽ താഴെ വരുന്ന ജനസംഖ്യ മാത്രമേ ലക്ഷദ്വീപിലുള്ളൂ. അപ്പൊ ഇത്രയും ചെറിയ ജനസംഖ്യയിൽ ഇത്രയും അധികം ആളുകളെ പിരിച്ചുവിടുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ കുടുംബങ്ങൾ ഇത് എഫക്ട് ചെയ്യുന്നത്? ഫാസ്റ്റ് ഫോർവേഡ് ടു 2025 ഈ വർഷം അദ്ദേഹം ഉണ്ടായിരുന്ന സ്കൂളുകളിൽ 4% അടച്ചുപൂട്ടുകയും പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 19 സെപ്റ്റംബർ 2025 ഇറങ്ങിയിട്ടുള്ള ഒരു ഗവൺമെന്റ് നോട്ടീസ് ഇതിൽ പറയുന്നത് 100 കോടി രൂപ വരെ അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ പബ്ലിക് പ്രൊജക്ട്സുകൾ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നു. അത് എടുത്തു നീക്കിയിരിക്കുകയാണ്. ഇനി അത്തരം പ്രൊജക്ടുകൾ ചെയ്യണമെങ്കിൽ ഡയറക്ട്ലി മിനിസ്റ്റർ ലെവലിൽ പോയിട്ട് അപ്രൂവലും കാര്യങ്ങളൊക്കെ വന്നാലാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈ പൊളിച്ചു മാറ്റുന്നതും ഈ ഒരു ഡിസ്ട്രക്ഷൻ പരിപാടികളൊക്കെ വലിയൊരു പ്ലാൻ നടപ്പിലാക്കാനാണ് എന്ന് നമ്മളെ ബോധിപ്പിച്ചാലും അതിന് മിനിസ്റ്ററി ലെവൽ അപ്രൂവൽ കിട്ടും എന്നുള്ളതിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. ട്രാൻസ്പോർട്ടേഷനെ ബാധിക്കുന്ന രീതിയിലും കുടിവെള്ളം അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ, ജോലി ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും കൈയടത്തി കഴിഞ്ഞാൽ ആളുകൾ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ ഇവിടുന്ന് ഒരുപക്ഷെ പലായനം ചെയ്യും കേരളത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ കയ്യിൽ വേറെയും പദ്ധതിയുണ്ട്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര ദ്വീപ്. 1000-ൽ താഴെ ജനസംഖ്യയുള്ളൂ. 1 കിലോമീറ്ററിലും താഴെ ചുറ്റളവുള്ളൂ. അഡ്മിനിസ്ട്രേറ്റർ ഒരു പുതിയ ഉത്തരവിറക്കാണ്. ഇനി മുതൽ ഈ ദ്വീപ് ഡിഫൻസ് പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഈ ദ്വീപിന്റെ മാത്രം കാര്യമല്ല, ജനവാസമുള്ള മറ്റുള്ള ദ്വീപുകളിൽ ആളുകളുടെ കൺസെന്റ് ഇല്ലാതെ ഭൂമി കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അദാനിക്കോ അംബാനിക്കോ ഒക്കെ ആയിട്ട് വലിയ ഒരു ടൂറിസം പാക്കേജ് പോലെ ലക്ഷദ്വീപിനെ അവർക്ക് സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വലിയൊരു കമ്മീഷൻ തന്നെ ഒരു പക്ഷേ ഈ ഒരു ഗവൺമെന്റിന് കിട്ടാൻ സാധ്യതയുണ്ട്. അതായിരിക്കണം ഇതിന്റെ പുറകിലുള്ള ലക്ഷ്യം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അധികം എത്തിയിട്ടുണ്ടാവില്ല. കാരണം മീഡിയ പ്രസൻസ് ലക്ഷദ്വീപിൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മളാണ് മീഡിയ. മാക്സിമം ഈ വീഡിയോ നമ്മൾ അധികാരപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലൂടെ വലിയൊരു മാറ്റം തന്നെ ഒരു പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എന്നും കേരളത്തിന് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ. അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണ്ടേ? വേറെ ആരാ ഹെൽപ്പ് ചെയ്യാനുള്ളത്?